അസ്കം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇരുട്ടിൽ തപ്പുന്ന ട്രംപിനെ തന്നെയാണ് ഇന്നലെയും നമ്മൾ കണ്ടത്. ഇന്നലെ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി ഒന്നും തന്നെ കാര്യമായി പറഞ്ഞില്ല എന്നതാണ് ശരി. സാധാരണഗതിക്ക് എന്തെങ്കിലുമൊക്കെ ഭീഷണിയോ മുന്നറിയിപ്പൊക്കെ കൊടുത്ത് ട്രംപ് രംഗത്ത് വരാറുണ്ടെങ്കിലും ഇന്നലെ ട്രംപ് അത്തരമൊരു ഭീഷണിയും മുഴക്കിയില്ല. അതിനു പറ്റിയ സാഹചര്യം രൂപപ്പെട്ടിട്ടും എന്നാൽ പതിവ് തെറ്റിക്കാതെ ഒരു നുണ ട്രംപ് പറഞ്ഞു. ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടുണ്ട്, വെള്ളിയാഴ്ചയോടെ ചർച്ച നടക്കും എന്നാണ് വിശ്വസിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പ്രതിനിധികളും ഇറാൻ പ്രതിനിധികളും പാകിസ്ഥാനിലേക്ക് പോവുകയാണ് എന്ന്. എന്നാൽ തത്സമയം തന്നെ ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടേയില്ല. ട്രംപ് പതിവ് പോലെ നുണ പറയുന്നതിൽ ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞ് ഇറാൻ കൈയൊഴിഞ്ഞു. മാത്രമല്ല, ഇറാൻ പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ആ വെടിനിർത്തലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം അമേരിക്ക ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ ലംഘനം ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒരുക്കമാണ്. എന്നാൽ ഞങ്ങളുടെ അധികാരം കവർന്നെടുത്തുകൊണ്ട് അതിലെയുള്ള കപ്പൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അങ്ങനെ ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തി കാര്യം സാധിക്കാം എന്ന് വിശ്വസിക്കുന്ന അമേരിക്കയോട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നാണ്. ഹോർമൂസ് കടലിടുക്കിൽ ട്രംപ് പ്രഖ്യാപിച്ച ബ്ലോക്കേഡാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഏറ്റവും വലിയ കീറാമുട്ടിയായി നിലനിൽക്കുന്നത്. ഒപ്പം ഇസ്രയേലും ലെബനോനും ചർച്ച നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇടയ്ക്കിടെ ഇസ്രയേൽ അത് ലംഘിക്കുന്നു എന്ന ആരോപണവുമുണ്ട്. ഇന്നലെയും ലെബനോനിൽ ഇസ്രയേൽ സേന ആക്രമണം നടത്തിയിരുന്നു. 2 ലെബനൻകാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ സേനയ്ക്ക് നേരെയുണ്ടായ ഒരു ആക്രമണത്തെ ചെറുക്കുകയാണ് ചെയ്തത് എന്നാണ് ഇസ്രയേലിൻ്റെ വിശദീകരണം. ഇത്തരം പശ്ചാത്തലത്തിൽ ചർച്ചയെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്ന് ഇറാൻ വ്യക്തമായി പറയുമ്പോഴും ട്രംപ് പറയുന്നത് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വെള്ളിയാഴ്ച ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്യും, എല്ലാ പ്രശ്നങ്ങളും ഏതാനും ദിവസങ്ങൾക്കിടയിൽ പരിഹരിക്കപ്പെടുമെന്നാണ്. ട്രംപ് എണ്ണവിലയെ നിയന്ത്രിക്കാനും തൻ്റെ മഹിമ നിലനിർത്താനും ഇടയ്ക്കിടെ പറയുന്ന നുണ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങാൻ ശ്രമിച്ച 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. MSC ഫ്രാൻസിസ്ക, MSC എപ്പമിനോൾസ് എന്നിവയും UAEയുടെ ഉടമസ്ഥാവകാശത്തുള്ള യുഫേറിയയുമാണ് ആക്രമണത്തിനിരയായത്. UAEയുടെ ഉടമസ്ഥാവകാശത്തുള്ള യുഫേറിയയ്ക്ക് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ആക്രമിച്ചെങ്കിലും യുഫേറിയെ മടങ്ങാൻ ഇറാൻ അനുവദിച്ചു. എന്നാൽ ഫ്രാൻസിൻ്റെയും ഗ്രീസിൻ്റെയും ഉടമസ്ഥാവകാശത്തിലുള്ള മറ്റ് 2 കപ്പലുകളും ഇറാൻ തീരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ട്. ഈ കപ്പലുകൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കുടുങ്ങിക്കിടന്നവയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് 1.5 മാസത്തിലധികമായി ഏതാണ്ട് 20,000-ഓളം നാവികർ പല കപ്പലുകളിലായി കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്കാർക്കും കടലിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. MSC ഫ്രാൻസിസ്കയും MSC എപ്പിമോൻസ്കയും ആക്രമണത്തിൽ സാരമായ തകരാറുകൾ സംഭവിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. ഈ 2 കപ്പലുകളിലും ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവയുടെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് ഇറാൻ തീരത്തേക്ക് ഇവർ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഇത്രയും ഗുരുതരമായ സംഭവമുണ്ടായിട്ടും ട്രംപ് കമാന്നൊരക്ഷരം പറയുകയോ പ്രതിരോധിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ട്രംപിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മുന്നറിയിപ്പും ഭീഷണിയുമായി ഇറാനെ കീഴടക്കാൻ രംഗത്തിറങ്ങിയ ട്രംപ് ഇപ്പോൾ 2 കപ്പലുകൾ അവർ പിടിച്ചെടുത്തിട്ടും 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടും, അതും അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ കപ്പലുകൾ, അനങ്ങാൻ കഴിയുന്നില്ല, പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇറാൻ പറയുന്നത് ചെയ്യുന്നു, അമേരിക്ക പറയുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ 2000 കോടിയോളം രൂപ ചെലവേറിയ MQ-4C ഡ്രോൺ തകർന്നു പോയതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി
ഈ ഡ്രോണിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല ഇറാൻ. യുദ്ധത്തിൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ ആക്രമണം നടത്തുന്നു. ആകെ ആശ്വാസമുള്ളത് UAEയും സൗദിയും ഖത്തറും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നതാണ്. എന്നാൽ യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ട്രംപിനൊരു ധാരണയുമില്ല. ഇറാനിൽ അണുബോംബിടണം എന്ന ആവശ്യമൊക്കെ ചിലർ ട്രംപിന് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ പെൻറ്റഗൺ അത് തള്ളിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും ഇറാനെ ചർച്ചയ്ക്കിരുത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് പോലും അമേരിക്ക ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. എങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടി ഇറാനെ ചർച്ചയ്ക്കിരുത്തി യുദ്ധം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണ് നീക്കം. എന്നാൽ അങ്ങനെ അങ്ങ് ഓടി രക്ഷപ്പെടേണ്ട. യുദ്ധം തുടങ്ങിയ നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ നഷ്ടപരിഹാരവും നൽകി, ഞങ്ങൾക്ക് യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള അനുമതിയും നൽകി പോയാൽ മതി എന്ന വാശിയിൽ ഇറാനും തുടരുന്നു. എന്നാലും പശ്ചിമേഷ്യയിലെ അവസ്ഥ അതിദയനീയമാണ്. ഇത് വരാൻ പോകുന്ന മറ്റ് ചില യുദ്ധങ്ങളുടെ സൂചനയാണെന്നും അമേരിക്കയും ചൈനയും നേരിട്ട് ഏറ്റുമുട്ടുന്നതിൻ്റെ ട്രയലാണെന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ട്രംപ് കൈകാലിട്ടടിക്കുകയാണ്, ഇരുട്ടിൽ തപ്പുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും തലയുരേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ട്രംപ് പതിയെ പിൻവലിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.